ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയൊരു റെസിപ്പി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സെർലാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകണം. നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, പൗഡർ ഒന്ന് ജസ്റ്റ് വെക്കുക. നല്ല ഫ്ലാസ്കിൽ കുറേ നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം കൊണ്ടുപോവുക. ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ആ പൗഡർ എടുക്കുക, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമ്മൾ സെർലാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് വെച്ചാൽ അതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പം 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു രീതിയിലും, 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേറൊരു രീതിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ആമിക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അതിൻ്റെ ഇടയിൽ ഞാൻ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും കൂടി ഞാൻ ഇതിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന് ഫീഡ്ബാക്ക് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബദാമും കൂടി ആഡ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഉള്ളത് നാശമായിരിക്കുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആഡ് ചെയ്യണ്ടെന്ന്. അപ്പോൾ അത് നെയ്യ്, ഇത് മിൽമയുടെ നെയ്യല്ല കേട്ടോ, നമ്മൾ ഈ മനേന്നൊക്കെ മേടിക്കുമല്ലോ, അതിൻ്റെ നെയ്യ് ഇതിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇത് ചുമപ്പവിലാണ്. ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം ഇതിലാണ് തവിട് കൂടുതലുള്ളത്. കുട്ടികൾക്ക് ഇതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലതായിട്ടുള്ള അവില്. പിന്നെ നിലക്കടലയാണ്. നിലക്കടലയും നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ പൊട്ടുകടലയും കൂടി ആഡ് ചെയ്യാം. പിന്നെ വാൾനട്ട് ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ് ഇട്ടത്. ഇത് നിങ്ങൾക്കിപ്പോൾ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് നിലക്കടല ഒഴിവാക്കാം. പിന്നെ വാൾനട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്യണ്ട. ഇതിന് പകരം നിങ്ങൾക്ക് പൊട്ടുകടലയാണ് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഇനി ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അടുപ്പ് കത്തിച്ചു കൊടുക്കാം. പാൻ വെക്കാട്ടോ. പാന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാന് നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നെയ്യ് നന്നായിട്ട് ചൂടാവട്ടെ. നിങ്ങൾക്ക് അഥവാ നെയ്യ് വേണ്ടെങ്കിൽ നെയ്യ് സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. നെയ്യ് വേണമെങ്കിൽ മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഒന്ന് വഴറ്റിയെടുത്താലും മതി കേട്ടോ. അപ്പൊ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വല്ലാണ്ട് കരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് വറുത്ത് കിട്ടണമെന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് വല്ലാണ്ട് സ്റ്റോക്ക് ചെയ്യേണ്ട, ജസ്റ്റ് പുറത്തേക്ക് മാത്രമേ വേണ്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക, ഉണ്ടാക്കുക, ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു 3-4 ദിവസത്തേക്കുള്ളതാണ് ഉണ്ടാക്കി വെക്കണേ. എനിക്ക് ഞാൻ 2-3 വട്ടമായി ഇത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത് കാരണം ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് കുറേ കുഞ്ഞുമക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഉപയോഗപ്പെട്ടോട്ടെ. ഇനി നന്നായിട്ടൊന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. ആമി ഉറങ്ങി എണീറ്റു ഗൈസ്. ആമി പെണ്ണ് ഉറങ്ങി എണീറ്റു കേട്ടാ. ആമി പെണ്ണ് ഉറങ്ങി എണീറ്റു. ആമി എങ്ങനെ കുക്കർ വിസിലടിക്കുക കാണിച്ചോട്ടോ അവർക്ക്. കുക്കർ എങ്ങനെ വിസിലടിക്കുക മോള്? എങ്ങനെ കുക്കർ വിസിലടിക്കുക? എങ്ങനെയാ കുക്കർ വിസിലടിക്കുന്നത് കാണിച്ചെടുക്ക. എങ്ങനെയാ? അത് പല്ലല്ലേ. എങ്ങനെ കുക്കർ വിസിലടിക്കുക കാണിച്ചോട്ടാ. എന്താ കാട്ടുന്നത്? എന്താ വായലെന്തോ ഉണ്ട്, അതാണ്. കാണിച്ചു കൊടുക്കൂ. ഇനി കുക്കർ വിസിലടിക്കുക കാണിച്ചു കൊടുക്കൂ. കാണിച്ചു കൊടുക്ക്. എങ്ങനെയാ? എങ്ങനെ
ആമിക്കുള്ള പാപ്പാണിത്. ഞാൻ അവല് വിളക്ക് ഇങ്ങനെ മാത്രല്ല കേട്ടോ, വേറൊരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാട്ടോ അല്ലേ. ഷെയ്ക്ക് അടിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ അമ്മയ്ക്ക്, ഷെയ്ക്ക് അടിച്ചിട്ട്. അപ്പൊ ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എന്താ പറയാ, ടെൻഷനായിരിക്കും ഓരോ ദിവസം മക്കൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ള ടെൻഷനായിരിക്കും. രാവിലെ ഉച്ചത്തെയും രാത്രിത്തെയും കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. പക്ഷെ 4 മണി സമയത്തുണ്ടല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. 4 മണി സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇവൾക്ക് എന്ത് കൊടുക്കും എന്നുള്ളത്. എന്താണ് നിക്കാൻ വേണ്ടിട്ട്. അപ്പൊ മൊത്തം പൗഡർ ഒന്നും പോയിട്ടില്ല അല്ലേ. അപ്പൊ ഞാൻ വറുത്തോണ്ടിരിക്കുകയാണ്. കരിക്കരുത് കേട്ടോ, വെറുതെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നതിനെ കരി. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നതിനെ കരിയലുണ്ടാവില്ല കേട്ടാ. പിന്നെ ഗായ്സ് ഇതില് നമുക്ക് മധുരോ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിലക്കടലയുടെയും പിന്നെ അവലിന്റെയും ഒക്കേത്തിന്റെയും ഒരു മധുരം പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മതി നമ്മുടെ മക്കൾക്ക്. അപ്പൊ ഗൈസ് ഇതില് മധുരം ഉപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതില് ഷുഗർ കണ്ടന്റ് ഉണ്ടായിരിക്കും. എന്താ പറയാ, അങ്ങനെയാണ്. മധുരം ഉപ്പൊന്നും ചേർക്കില്ല. ഇനിയിപ്പോ അത്രയും മധുരം ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ വേണമെങ്കിൽ പനകൽക്കണ്ടം വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കണം, നന്നായിരിക്കും കേട്ടോ. പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അത്യാവശ്യം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണിയണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മുടെ മിക്സ് ഇവിടെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല മൊരാന്നിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സി ജാറിൽ വെള്ളമോ ഈർപ്പോ ഒന്നും പാടില്ല. കാരണം പെട്ടെന്ന് ചിലപ്പോൾ അത് വെള്ളം ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകാൻ ചാൻസ് കൂടുതലാണ്. 3-4 ദിവസം അപ്പം ഇരിക്കില്ല, 2 ദിവസം കൊണ്ട് ചിലപ്പോൾ അത് പൂത്തൊക്കെ പോകും. അപ്പോൾ നമ്മളത് അറിയില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അതൊരു ഇൻഫെക്ഷൻ ആയിട്ട് വരും. ചിലപ്പോൾ ഛർദ്ദിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച് എടുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് 1 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ, നല്ല പല്ലൊക്കെ വന്ന കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് തരിത്തിരിയൊക്കെ ഉണ്ടാവുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കും. അതല്ല കുഞ്ഞു മക്കളൊക്കെയാണ് വെച്ചാൽ 6 മാസം പ്രായം 1 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള മക്കളാണ് വെച്ചാൽ എന്താ പറയുക, അതൊന്ന് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം, നന്നായിരിക്കും കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ ആക്കുന്ന ബോട്ടിലും ഈർപ്പും കാര്യങ്ങളൊന്നും പാടില്ല. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് കുപ്പിക്കുള്ളിലാക്കാൻ പാടുള്ളൂ. ചില്ലുകുപ്പിയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. എൻ്റെ ചില്ലുകുപ്പി സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ തൽക്കാലം 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ നന്നായിട്ട് തുടച്ചതിന് ശേഷം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഉണ്ടാക്കി വെച്ച മിക്സിന് നല്ല മണമാണ് കേട്ടോ. നല്ല കാഷ്നട്ടിൻ്റെയും വാൾനട്ടിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ആമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആമിക്കത് വായിൽ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ള വെപ്രാളത്തിലായിരുന്നു അവൾ. അവൾക്കത് വേണമെന്ന് കയ്യിൽ അവളുടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ടോ തട്ടിപ്പറിച്ച് മേടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 4 ടീസ്പൂൺ എടുത്തിട്ടില്ല, 3 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അത് മാത്രമല്ല ഇപ്പോൾ ഞാനിപ്പോൾ അവൾക്ക് കൊടുത്തതിന് അവൾ അത്ര കഴിക്കൊന്നുമില്ല. 3, 4, 5 ടീസ്പൂൺ കൂടി 5 ടീസ്പൂൺ കഴിച്ചിട്ട് അവൾ എന്ത് ചെയ്യും, മതിയാക്കും. അപ്പോൾ ബാക്കി ഞാൻ കഴിക്കും. നമ്മൾ കഴിക്കണം, നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലൊരു സംഭവമാണ്. കാഷ്നട്ടും വാൾനട്ടൊക്കെ ഉള്ളതായത് കൊണ്ട് ബാക്കി വരുന്നതൊക്കെ ഞാൻ കഴിക്കും. അപ്പോൾ എനിക്ക് 4 മണി ചായക്ക് പകരം അതുമായി. അപ്പം ഞാനിത് ഡെയിലി ഒന്നും ഞാൻ അവൾക്ക് കൊടുക്കില്ല. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് കൊടുത്ത സ്ഥിതിക്ക് ഞാനിനി 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുള്ളൂ. അഥവാ അത് കേട് വരാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കി കഴിക്കും. കണ്ട ആമി അങ്ങനെ കഴിക്കുന്നില്ല. അവൾക്കൊരു ആദ്യം അവളുടെ ടേസ്റ്റ് വായിലേക്ക് എത്തണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്.
ഒന്ന് പാട്ടൊക്കെ വെച്ച് കൊടുത്തവൾക്ക് ഇപ്പോൾ ഉള്ള പാട്ടാണ് അച്ചോ അച്ചോ അച്ചോ. നമ്മുടെ അരമനെ 4 പാട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും പാടി നടന്ന് അത് വെച്ച് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ആ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കണത്. അപ്പോൾ അത് എന്താ പറയുക, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവൾക്കത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കണത് അവൾ കിടന്നിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തപ്പോഴാണ് ഒരു വായൊക്കെ അവൾ കഴിച്ചത്. ഇത് ഞാൻ ഇതിന് മുന്നേ ചേർക്കേണ്ട വീഡിയോ ആയിരുന്നു, മറന്ന് അങ്ങോട്ട് തല തിരിഞ്ഞു പോയതാണ് സത്യം പറഞ്ഞാൽ. ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിന് ഞാൻ ഇളക്കുകയാണ്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും എന്നിട്ട് ചൂടാറിയതിന് ശേഷം വീണ്ടും ഞാൻ വെള്ളം ചേർക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇതിൽ ഞാൻ വായിൽ വെച്ച് നോക്കിയപ്പോൾ മധുരം കമ്മിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പനകൽക്കണ്ട ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി മധുരമായി. അവൾക്ക് മധുരമൊന്നും ഇല്ലെങ്കിൽ അവൾ ചിലപ്പോൾ കഴിക്കില്ല, അവൾ തുപ്പിക്കളയും. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് മധുരം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് മധുരമൊന്നും ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവൾക്ക് മധുരം ഇഷ്ടമായത് കാരണം ഞാൻ അവൾക്ക് പനകൽക്കണ്ടാണ് യൂസ് ചെയ്തേക്കണേ. ചിലവർ ശർക്കരയും സാധാ കൽക്കണ്ടൊക്കെ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇവൾക്ക് കൂടെ പനകൽക്കണ്ടാണ് കേട്ടോ യൂസ് ചെയ്ത് കൊടുക്കൽ. അപ്പോൾ ആമിപ്പെണ്ണൊരു 5 വായ 6 വായ വൈകുന്നേരം ആയതുകൊണ്ട് അവൾ അത്രയൊന്നും കഴിക്കില്ല. അപ്പോൾ അതിന് അത്രയും കഴിച്ചിട്ട് ബാക്കി മൊത്തം ഞാൻ തിന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഹെൽത്തിനൊക്കെ നല്ല അടിപൊളി സെർലാക്കാണ്, ഹോം മെയ്ഡ് സെർലാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരാഴ്ചക്കുള്ളതോ അല്ലെങ്കിൽ 3 ദിവസത്തേക്കുള്ളോ 4 ദിവസത്തേക്കുള്ളതോ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഞാൻ കാണിച്ചിരുന്നില്ലേ ആ പാത്രം ഇടാമേ ഇപ്പം നിലത്ത് വലിച്ചിട്ടേക്കുക. ഇതേപോലത്തെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ വലിയ പാത്രത്തിലോ എയർ കിടക്കാത്ത രീതിയിൽ ഇതേപോലെ ആക്കിയിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും. ടാറ്റാ.